സബർമതി ഇടവകയിലെ 2024 വനിതാ ദിനത്തോട് അനുബന്ധിച്ചുള്ള സന്ദേശം നൽകുവാൻ ഇടവകയിലെ കൈക്കാരൻ കൂടിയായ ജിൽസ് ജോസഫിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ സബർമതിയിലെ എല്ലാ വിമൻസിനും ഞങ്ങളുടെ ഭാഗമായ വിമൻസ് ഡേ ഇന്റർനാഷണൽ ആശംസകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 8-ാം തീയതിയാണല്ലോ നമ്മൾ വിമൻസ് ഡേ ആചരിക്കുന്നത്. വിമൻസ് ഡേ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സെലിബ്രേഷൻ ആണ്. അപ്പൊ അത് വളരെ മനോഹരമായിട്ടാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ വിമൻസ് ഡേക്കും ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ ഒരു തീമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ആർക്കും അറിയാമോ ഈ വർഷത്തെ മെസ്സേജ് ഏതാണ്? ഇല്ല. ഈ വർഷത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേക്കുള്ള ഹാഷ്ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നാണ്. അതായത് സ്ത്രീകളെ ഉൾപ്പെടുത്തുക. നമ്മൾ സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുവാൻ അവർക്ക് പ്രചോദനം കൊടുക്കണം എന്നൊരു തീമാണ് 2024 ഇന്റർനാഷണൽ വിമൻസ് ഡേക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന രീതിയില്ല, വിമൻസ് ഡേക്ക് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത 3 കളേഴ്സ് അറിയാമോ? ഇല്ല. പർപ്പിൾ, ഗ്രീൻ ആൻഡ് വൈറ്റ്. ഈ 3 കളേഴ്സിനും ഒരു ടിപ്പിക്കൽ ആയിട്ടൊരു സിംബൽസ് ഉണ്ട്. അതായത് പർപ്പിൾ സൂചിപ്പിക്കുന്നത് ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി, അതുപോലെ തന്നെ ഗ്രീൻ ഹോപ്പ്, അതുപോലെ തന്നെ വൈറ്റ് പ്യൂരിറ്റി. സോ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറഞ്ഞാൽ അതൊരു സെലിബ്രേഷൻ മാത്രമല്ല, അതിന്റെ പിന്നിൽ കുറെ എഫേർട്സ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, പലർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞാൽ അതിന്റെ ഒരു ചരിത്രം എന്താണ്, എങ്ങനെയാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ തുടങ്ങിയത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാ വർഷവും ഈ ദിവസം തന്നെയാണ് ലോകമെങ്ങും വനിതാ ദിനമായി ആചരിക്കുന്നത്. എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസം? വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്താണ്? എങ്ങനെയാണ് മാർച്ച് 8 വനിതാ ദിനമായത് എന്നൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. സ്ത്രീ ശക്തീകരണത്തിന്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ആചരണം എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾ പല മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിലും, ആരോഗ്യ മേഖലയിലും, തൊഴിൽ മേഖലയിലും, കുടുംബ മേഖലകളിലും, അതുപോലെ തന്നെ സ്പോർട്സ്, സ്പേസ്, ഇങ്ങനെയുള്ള പല മേഖലകളിലും അവർ നേടിയ വിജയത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേയില് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയാമെങ്കിലും 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ ഒരു സമര പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കമായത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് ശമ്പളത്തിനെതിരെയും, അതായത് അവർക്ക് കൊടുത്തിരുന്ന ശമ്പളം വളരെ കുറവായതിനെതിരെയും, അതുപോലെ തന്നെ ദീർഘസമയത്തെ ജോലി, അതുപോലെ തന്നെ മുതലാളിത്തം, പിന്നെ വോട്ടവകാശം, ഇതിനുവേണ്ടി ആദ്യമായിട്ട് സ്വരമുയർത്തിയപ്പോഴാണ് ചരിത്രത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ വിമൻസ് ഡേ മാറിയത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് വനിതാ ദിനാചരണം. തുടർന്ന് 1911 മാർച്ച് 8 അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിക്കപ്പെട്ടു തുടങ്ങി. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുവാനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ റിസൾട്ടാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ, IWD എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടുകളിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരമുറപ്പിന് അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് പാതയൊരുക്കിയത്. വനിതകൾക്ക് മാത്രമായി എന്തിനാണ് പ്രത്യേക ദിവസം എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. വനിതകളെ ആദരിക്കുവാൻ മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേരിടുന്ന അസമത്വങ്ങൾ, അടിച്ചമർത്തലുകൾ, അതിനെതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ ശബ്ദമുയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പ്രചോദിതരാക്കാനുള്ള ഒരു ദിവസമാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. ഓരോ വനിതാ ദിനവും സ്ത്രീത്വത്തിന്റെ ആഘോഷമാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുവാനുമെല്ലാം
തൊഴിലും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന് മാതൃകയാണ്. ആദ്യം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാങ്കേതികം, സാമ്പത്തികം, ശാസ്ത്രം, രാഷ്ട്രീയം, സ്പോർട് തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾ കരുത്തരായി മുന്നേറുകയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ഒരു വെറും പറച്ചിലല്ല, അത് ഓൾറെഡി സ്ത്രീകൾ കാണിച്ച് വന്നിട്ടുണ്ട് സമൂഹത്തിന്. നമ്മൾക്ക് ഏറ്റവും ലൈവായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ തെരേസ, ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, PV സിന്ധു എക്സ്ട്രാ ഇതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. എന്നാൽ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നും വീട്ടിന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടുള്ള ഒരു സ്ത്രീ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം നമ്മൾക്ക് മറക്കാൻ പറ്റുകയില്ല. സ്ത്രീകളുടെ ഉന്നമനത്തിന് നമുക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഓരോ സ്ത്രീകളെയും അല്ലെങ്കിൽ പെൺകുട്ടികളെയും അവരുടെ വാല്യൂ ചെയ്യുന്നതിനും അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനും നിരവധി മാർഗങ്ങളുണ്ട്. നമ്മൾക്ക് സൊസൈറ്റിക്കും നമ്മൾ പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെയിൻലി നമ്മൾ വീടുകളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവരെ ഇൻക്ലൂഡ് ചെയ്യുക, അവരെ ബഹുമാനിക്കുക, ഗീവ് ദം റെസ്പെക്ട്, അവരെ ചൂഷണം ചെയ്യാതിരിക്കുക, വിവേചനം കാണിക്കരുത്, നോ ഡിസ്ക്രിമിനേഷൻ. അവർ സമൂഹത്തിന്റെ പ്രധാന പില്ലേഴ്സ് ആണെന്ന് നമ്മൾ അല്ലെങ്കിൽ സമൂഹം തിരിച്ചറിയണം. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, ഗീവ് ദം ഇമ്പോർട്ടൻസ് ഇൻ ദ സൊസൈറ്റി. ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായി നമ്മുടെ ഇടവകയിലെ ഓരോ സ്ത്രീയെയും ഓർക്കുകയും അവരെ എല്ലാ കാര്യങ്ങളിലും ഇൻക്ലൂഡ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഓരോ പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ട്, അതുപോലെ ഓരോ സ്ത്രീയുടെയും വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ആകട്ടെ എന്ന് മനസ്സിലാക്കാം. As we commemorate Women's Day today, let us remember that it is our collective responsibility to ensure, to inspire inclusion, that women are treated with respect and have access to same opportunities as men. Let us challenge all the barriers that hold women back. By including women, we can together create a society where women are empowered to reach their full potential in building the society together with men. Let us inspire others to include women. And once again, on behalf of the entire Sabarmati Parish, we wish you all the women a very inclusive, happy International Women's Day. Thank you. അനുബന്ധിച്ച് നല്ലൊരു മെസ്സേജാണ് നൽകിയത് എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ കൈകളിയുടെ നീളം കൂടിയത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ഒപ്പം നാളിതുവരെ വനിതകൾ തന്നെയായിരുന്നു ഇവിടെ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള മെസ്സേജ് നൽകിയിരുന്നത്. പക്ഷേ ഈ ഒരു 2024 വർഷം മാർച്ച് മാസത്തിലെ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള മെസ്സേജ് നമ്മുടെ കൈകാര്യം ചേട്ടൻ തന്നെ നൽകുവാൻ കാരണമായിരിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദനം ഇടവകയുടെ പേരിൽ, പ്രത്യേകിച്ച് മാതൃവേദിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അവസരത്തിൽ കൈമാറുകയും ചെയ്യുകയാണ്.